Hi friends, welcome to the seminar topic 3D potential well. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തുടങ്ങി, പിന്നെ ഡി ബ്രോഗ്ലീസ് പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ തുടങ്ങി നമ്മളിങ്ങനെ പൊട്ടൻഷ്യൽ വെല്ല് വരെ ഡിഗ്രിയിൽ പഠിച്ചായിരുന്നു. 1 ഡയമെൻഷൻ പൊട്ടൻഷ്യൽ വെല്ല് വരെ പഠിച്ചായിരുന്നു. അതിനിടയിൽ എന്തുവായിരുന്നു, മാറ്റർ വേവ്സിന്റെ കേസ് നമ്മൾ പഠിച്ചിരുന്നു. അതായത് പീരിയോഡിക്കലി വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റീസിൽ ഒരു വേവ് അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു. അങ്ങനെ മാറ്റർ വേവ്സിൽ അങ്ങനെ ഉള്ള പീരിയോഡിക്കലി കാണുന്ന ആ ക്വാണ്ടിറ്റീനെ നമ്മൾ വേവ് ഫങ്ഷൻ അല്ലെങ്കിൽ സൈ എന്നൊക്കെ വിളിച്ചിരുന്നു. ഈ സൈ വെച്ചിട്ട് നമ്മൾ സൈൻ്റെ വാല്യൂ വെച്ചിട്ട് പാർട്ടിക്കിൾ എവിടെ ഉണ്ടെന്നുള്ള പ്രോബബിലിറ്റി ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തു. സ്ക്രോഡിഞ്ചർ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻസ് വെച്ചിട്ട് 1 ഡയമെൻഷൻ ഫൈനൈറ്റും ഇൻഫൈനൈറ്റും പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസുകളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ഡയമെൻഷനെ പൊട്ടൻഷ്യൽ വെല്ലാണ് പഠിക്കാനുള്ളത്. അത് തന്നെ ഫൈനൈറ്റ് കേസാണ് നോക്കേണ്ടത്. ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്തുവാന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്തുവാന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്തുവാന്ന് മനസ്സിലാവും. Infinitely hard walls means the particle does not lose energy when it collides with the walls. അതായത് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ വെല്ലിനകത്തിരിക്കുന്ന പാർട്ടിക്കിള് ഈ വാൾസിൽ കൊളൈഡ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, എനർജി ലൂസ് ആവുന്നില്ല. അതായത് എനർജി ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ കേസിൽ കൺസേർവ്ഡ് ആണ്. ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിട്ടുള്ള കേസാണ് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്തുമായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇല്ലേ. ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസിൽ അപ്പം ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കത്തില്ലായിരിക്കും. നമ്മൾ നേരത്തെ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസിലൊക്കെ ഒരു പാർട്ടിക്കിൾ ഒരു ബോക്സിൽ ഇരിക്കുന്നതായിട്ടായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന അതിനകത്ത് പുറത്ത് ചാടാനുള്ള ഇതും ആ പാർട്ടിക്കിൾ എവിടെയാണെന്നുള്ള പ്രോബിലിറ്റിയും ഒക്കെ പറഞ്ഞിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് നമ്മളൊരു സ്പിയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്പിയർ കൺസിഡർ ചെയ്യുന്നു. ആ സ്പിയറിനകത്താണ് നമ്മുടെ പാർട്ടിക്കിള്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് V of r ഈക്വൽ ടു -V0, 0 ലെസ് ദാൻ r ലെസ് ദാൻ എന്റെ കേസിൽ -V0യും r ഗ്രേറ്റർ ദാൻ എന്റെ കേസിൽ 0യുമാണ് എടുക്കുന്നത്. ഇവിടെ എ എന്ന് ഉദ്ദേശിക്കുന്നത് റേഡിയസ് ഓഫ് സ്പിയറിന്റെ റേഡിയസ് ആണ് എ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ബൗണ്ടറി കണ്ടീഷൻസ് പി ഓഫ് ആർ പൊട്ടൻഷ്യലിന്റെ ബൗണ്ടറി കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. 0 ലെസ് ദാൻ r ലെസ് ദാൻ എ എന്ന് പറയുന്ന കണ്ടീഷനിൽ -V0 ആയിരിക്കും പൊട്ടൻഷ്യൽ. r ഗ്രേറ്റർ ദാൻ എന്റെ കേസിൽ 0 ആയിരിക്കും നമ്മുടെ പൊട്ടൻഷ്യൽ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ 1 ഡയമെൻഷൻ പൊട്ടൻഷ്യൽ വെല്ലൊക്കെ പഠിച്ച സമയത്ത് എന്തുവായിരുന്നു, ആദ്യം ബൗണ്ടറി കണ്ടീഷൻ എഴുതും, പിന്നെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതും. സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ എനർജിയുടെ ടൈമിൽ കെ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എ സൈൻ അങ്ങനെ പ്ലസ് ബി കോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് ഈ കോൺസ്റ്റൻസ് ABCDയുടെ വാല്യൂ കണ്ടുപിടിച്ച് എഴുതുന്നു. അങ്ങനെ എനർജി കണ്ടുപിടിക്കുന്ന അങ്ങനെയാണ് നമ്മൾ 1 ഡയമെൻഷൻ്റെ കേസിൽ കണ്ടുപിടിച്ചത്. ഇതേപോലെയൊക്കെ തന്നെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ 3 ഡയമെൻഷൻ്റെ കേസിൽ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും 0 ലെസ് ദാൻ r ലെസ് ദാൻ എന്റെ കേസിൽ -V0യും r ഗ്രേറ്റർ ദാൻ എയുടെ കേസിൽ 0 ആയിരിക്കും നമ്മുടെ പൊട്ടൻഷ്യൽ. 3 ഡയമെൻഷൻ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് റേഡിയൽ ഇക്വേഷൻ വെച്ചിട്ട് സൊല്യൂഷൻ ഒക്കെ കണ്ടുപിടിക്കാം നോക്കാം. അപ്പോൾ റേഡിയൽ ഇക്വേഷൻസ് ഇതാണ്. ഓരോ ബൗണ്ടറി കണ്ടീഷനിലെ റേഡിയൽ ഇക്വേഷൻസ് ഇതാണ്. 0 ലെസ് ദാൻ r ലെസ് ദാൻ എയുടെ കേസിൽ 1/r² d/dr ഓഫ് സ്മോൾ r² ഇൻറ്റു d/dr ഓഫ് ക്യാപിറ്റൽ RL പ്ലസ് 2μh² ഇൻറ്റു V0 മൈനസ് മോഡ് E മൈനസ് L ഇൻറ്റു L+1/r² ഇൻറ്റു ക്യാപിറ്റൽ RL ഈക്വൽ ടു 0. r ഗ്രേറ്റർ ദാൻ എന്റെ കേസിൽ എന്തുവാണ്, 1/r² d/dr ഓഫ് r² ഇൻറ്റു d/dr of capital RL plus minus 2mu mod E/h² minus L into L plus 1 by R square into capital RL is equal to 0.
അപ്പോൾ നമ്മുടെ ഈ റേഡിയൽ ഇക്വേഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിറ്റ് ആംഗുലാർ മൊമെൻറ്റും ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ആംഗുലാർ മൊമെൻറ്റ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസിനും ഒരു ഡെഫിനിറ്റ് ആംഗുലാർ മൊമെൻറ്റംസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഇക്വേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഇക്വേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് RL ഈക്വൽ ടു സ്മോൾ u ബൈ r, k1 സ്ക്വയർ ഈക്വൽ ടു 2 mu ഇൻറ്റു മോഡ് e ബൈ h കട്ട് സ്ക്വയർ, k2 സ്ക്വയർ ഈക്വൽ ടു 2 mu ബൈ h കട്ട് സ്ക്വയർ ഇൻറ്റു v0 മൈനസ് മോഡ് e. അങ്ങനെ 3 കേസ് എടുത്തു. ഇത് വെച്ചിട്ട് നമ്മൾ ആ ഇക്വേഷൻസിലേക്ക് കൊടുത്ത് നമ്മൾ എസ് സ്റ്റേറ്റിൻ്റെ ഇക്വേഷൻ, 2 ബൗണ്ടറി കണ്ടീഷനിലെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. 0 r aയുടെ കേസിൽ നമുക്ക് അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? d സ്ക്വയർ u ബൈ dr സ്ക്വയർ പ്ലസ് k2 സ്ക്വയർ u ഈക്വൽ ടു 0. r ഗ്രേറ്റർ ദാൻ എയുടെ കേസിൽ എങ്ങനെ വരുന്നു? d സ്ക്വയർ u ബൈ dr സ്ക്വയർ മൈനസ് k1 സ്ക്വയർ u ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. നമ്മൾ 1 ഡയമെൻഷൻ പൊട്ടൻഷ്യൽ പഠിച്ച സമയത്തും ഇതുകൂട്ടൊരു ഇക്വേഷൻ അല്ലാതെ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനൊരു d സ്ക്വയർ ടേമും പിന്നെ ഒരു kൻ്റെ ടേമും കൂടെ, നമ്മൾ kൻ്റെ ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് എഴുതാൻ പോവാണ്. അപ്പോൾ അവളുടെ സൊല്യൂഷൻ ഓഫ് ദീസ് ഇക്വേഷൻസ് ബിക്കംസ് u of r ഈക്വൽ ടു ക്യാപിറ്റൽ A സൈൻ k2r പ്ലസ് b കോസ് k2r. അടുത്ത ഇക്വേഷൻ u of r ഈക്വൽ ടു c എക്സ്പോണൻഷ്യൽ മൈനസ് k1r പ്ലസ് d എക്സ്പോണൻഷ്യൽ മൈനസ് k1r. അങ്ങനെ നമ്മുടെ സൊല്യൂഷൻസ് കിട്ടി. ഇവിടെ a b c d എന്ന് പറഞ്ഞേക്കുന്ന കോൺസ്റ്റൻസ് ആണ്. ഇതേ കോൺസ്റ്റൻസ് തന്നെയാണ് നമുക്ക് 1 ഡയമെൻഷൻ്റെ കേസിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ കോൺസ്റ്റൻസിൻ്റെ ഓരോ കേസ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്ത് വരാൻ പോകുന്നത്. ആദ്യത്തെ കേസ്, ഇഫ് u of r ടെൻ ടു 0 ആസ് r ടെൻ ടു 0, r 0 എടുക്കുമ്പോൾ u of r 0 ടെൻ ചെയ്യുന്നു. ദ കോൺസ്റ്റന്റ് b ഹാസ് ടു ബി 0. ആ കേസിൽ b എന്ന് പറയുന്നത് 0 ആകുന്നു. ദെൻ അടുത്ത കേസ് എന്ന് പറയുന്നത് ദ സൊല്യൂഷൻ ഓഫ് ദ എക്സ്പോണൻഷ്യൽ k1r ഈസ് നോട്ട് ഫൈനൈറ്റ് ആസ് r ടെൻസ് ടു ഇൻഫിനിറ്റ്. r ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന ടൈമിൽ ഈ സൊല്യൂഷൻ, ഈ എക്സ്പോണൻഷ്യൽ മൈനസ് k1rൻ്റെ ഈ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? ഈ സൊല്യൂഷൻ ഫൈനൈറ്റ് ആകാത്ത കേസ്, അത് ഇൻഫൈനൈറ്റ് കേസിലോട്ട് പോകുന്നു ആ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ കേസിൽ d എന്ന് പറയുന്നത് 0 ആകുന്നു. അപ്പം b 0 ആയി, d 0 ആയി. ഈ ഇക്വേഷനകത്ത് b 0യും d 0 ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? നമുക്ക് ഈ ഇക്വേഷനിൽ എന്തുവാ? bയും ഡിയും 0 ഇട്ട് കൊടുത്തപ്പം ആ 2 ടേംസ് പോയി. ഒരു ടേംസ് ഒരു എ വെച്ചിട്ടുള്ള ടേമും സി വെച്ചിട്ടുള്ള ടേമും ഉള്ള സൊല്യൂഷൻസിനകത്ത്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പോവാണ്. ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, r ഈക്വൽ ടു a എന്ന് പറയുന്നൊരു കണ്ടീഷൻ കൊടുത്തു. ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ടേംസ് ഈക്വൽ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് a സൈൻ k2 a, r a ആയിട്ട് മാറിയല്ലോ. അപ്പം k2a ഈക്വൽ ടു c എക്സ്പോണൻഷ്യൽ മൈനസ് k1a എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇതിനെ നമ്മളൊന്ന് ഡെറൈവ് ചെയ്തെടുത്തു. ഡെറൈവ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു? a k2 കോസ് k2a ഈക്വൽ ടു മൈനസ് k1 c എക്സ്പോണൻഷ്യൽ മൈനസ് k1 എന്നെഴുതി. ഇനി നമ്മൾ ഈ ഇക്വേഷന് 2 എന്ന് കൊടുത്തു.
ഈ ഇക്വേഷൻ രണ്ടും ഡിവൈഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് 2/1 ചെയ്യുന്നു. അപ്പോൾ എന്തോ കിട്ടുന്നു? 2/1 ചെയ്യുമ്പോൾ AK2 cos K2A by A sin K2A എന്ന് വരുന്നു. ഇതിനകത്ത് എയും എയും ക്യാൻസൽ ആയി പോകുന്നു. കോസ് ബൈ സൈൻ കോട്ട് എന്ന് കിട്ടുന്നു. എന്നിട്ട് അപ്പുറത്തെ ടേം എങ്ങനെ വരുന്നു? അത് -K1 C എക്സ്പോണൻഷ്യൽ -K1A ബൈ C എക്സ്പോണൻഷ്യൽ -K1. ഇത് രണ്ടും പോകുന്നു, K1 മാത്രം കിട്ടും, -K1 മാത്രം. അപ്പോൾ എങ്ങനെ കിട്ടുന്നു? നമ്മുടെ ഇക്വേഷൻ K2 കോട്ട് K2A ഈക്വൽ ടു -K1 എന്ന് കിട്ടുന്നു നമ്മുടെ ഇക്വേഷൻ. വൺ ഡയമെൻഷണൽ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, അതായത് KA കോട്ട് KA ഈക്വൽ ടു -α എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് 3 ഡയമെൻഷനിൽ ഇപ്പോൾ നമുക്ക് കോട്ട് വെച്ചിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയത് അതെന്തുവായിരുന്നു? K2 കോട്ട് K2A ഈക്വൽ ടു -K1 എന്നുള്ള രീതി കിട്ടി. ഇനി നമ്മുടെ വൺ ഡയമെൻഷൻ്റെ കേസിലെ ഗ്രാഫ് ഓർമ്മയുണ്ടോ? അന്ന് നമ്മൾ പഠിച്ചത് അതേ ഗ്രാഫ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ വെല്ല് അതിനകത്ത് n = 1 എന്നുള്ള കേസുണ്ട്, n = 2 എന്നുള്ള കേസുണ്ട്, n = 3 എന്നുള്ള കേസുണ്ട്. 1ൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ഗ്രാഫ് വരുന്നു. ഇതിൻ്റെ കേസിലോ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ കേസിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും. നമ്മുടെ പൊട്ടൻഷ്യൽ P(x). ഇവിടെ നമ്മൾ എക്സിന് വരെ 6 എടുത്തത്, P(r) ഇവിടെ 6 -A 0 A. അപ്പോൾ ഇതേ ഗ്രാഫ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫ്. ഇതാണ് 3 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസ്. ഇതിനകത്ത് എനർജി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എപ്പോൾ V0A² വാല്യൂ ഈ രണ്ട് വാല്യൂവിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസാണ് നമ്മൾ 3 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ല് വരുന്നത്. അപ്പം ഇത്രയാണ് 3 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ല്. ദ ഡ്യൂട്രോൺ. ആൻ ഇൻട്രസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ഓഫ് ദ 3 ഡയമെൻഷണൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഡ്യൂട്രോൺ ന്യൂക്ലിയസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 3D പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഡ്യൂട്രോൺ. ഈ ഡ്യൂട്രോണിൻ്റെ കേസിൽ എങ്ങനെയാണ്? The smallest nucleus in which a proton and a neutron are held together by the nuclear potential. ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഒരു ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ വഴി ഹെൽഡ് ചെയ്തിരിക്കുന്നു, രണ്ടുപേരെ ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു ഡ്യൂട്രോണിനകത്ത്. ഈ ഡ്യൂട്രോണിൻ്റെ കേസിൽ ബൈൻഡിങ് എനർജി എന്തുവാണ്? ബൈൻഡിങ് എനർജി E = 2.226 MeV ആണ് ബൈൻഡിങ് എനർജി. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മുടെ നേരത്തെ ഇക്വേഷനിലെ K1² ഇക്വേഷൻ, ഈ K1² ഇക്വേഷനകത്തോട്ട് ഈ mod Eൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് K1ൻ്റെ വാല്യൂ കിട്ടുന്നു. ഡ്യൂട്രോണിൻ്റെ കേസിൽ K1ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, K2 കോട്ട് K2A ഈക്വൽ ടു -K1 എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിൽ നമുക്ക് കോട്ട് K2A എങ്ങനെ കിട്ടും? -K1/K2 കിട്ടും. ഇതെന്ന് പറയുന്നത് mod E by V0 minus mod E the whole raised to 1/2 ഈക്വൽ ആണ്. ഇപ്പോൾ ഈ ബൈൻഡിങ് എനർജി വളരെയധികം സ്മോൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ mod Eൻ്റെ വാല്യൂ വളരെയധികം സ്മോൾ ആണെങ്കിൽ
ഈ ഒരു ടേം ഫുൾ അങ്ങ് 0 ആയി പോകത്തില്ലേ? 0 ആയി പോവും. ഇവിടെ അതിന് ഈക്വൽ ആയിട്ടുള്ള -k1/k2 എന്ന് പറയുന്നതും 0 ആയി പോകും. അങ്ങനെ നമുക്ക് എങ്ങനെ കിട്ടുന്നു? That is when the binding energy mod E is small compared to the depth of the potential V0. Depth of the potential V0 വെച്ചിട്ട് നമ്മുടെ ബൈൻഡിങ് എനർജി മോഡ് ഇ എന്ന് പറയുന്നത് വളരെയധികം സ്മോൾ ആണ് എങ്കിൽ ആ ടേമുകൾ പോകുന്നു. അതായത് മോഡ് ഇ ബൈ V0 മൈനസ് മോഡ് ഇ എന്ന് പറയുന്നത് 0 ആകുന്നു. അതനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ കോട്ട് K2A ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു അല്ലേ? കോട്ട് K2A 0 ആണെങ്കിൽ K2A എന്തുമായിരിക്കും? K2A എന്ന് പറയുന്നത് π/2 ആയിരിക്കും. π/2 ആയിരിക്കും. അതായത് ഈ K2ന്റെ വാല്യൂ കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 2μ V0/h² ഇൻറ്റു A² ഈക്വൽ ടു π²/4. ഈ K2ന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് നമ്മളെല്ലാം സ്ക്വയർ കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടുന്നു. ഇതിനകത്തു നമുക്ക് V0 A² കണ്ടുപിടിക്കാം. V0 A² ഈക്വൽ ടു π²h²/8μ എന്ന് കിട്ടും. അതായത് π²h²/4m എന്ന് കിട്ടുന്നു. അപ്പം നമ്മുടെ ഈ ഇക്വേഷനകത്ത് എം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എം ഈക്വൽ ടു എം ബി ഈക്വൽ ടു എം എൻ, അതായത് മാസ് ഓഫ് ദ ന്യൂക്ലിയോൺ. നമ്മുടെ ന്യൂട്രോണിൻ്റെ ന്യൂക്ലിയോൺ മാസാണ് ഈ എം എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പൊട്ടൻഷ്യൽ ന്യൂക്ലിയർ പൊട്ടൻഷ്യലിൻ്റെ ടേം ഏതാണ്? ഇതാണ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ടേം. അപ്പോൾ നമുക്ക് V0 ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് V0 ഈക്വൽ ടു π²h²/4ma². ന്യൂട്രോണിൻ്റെ കേസിൽ ഇത് നിയർലി ഈക്വൽ ടു 52 MeV ആണ്. നെക്സ്റ്റ്, the probability of finding the particle is maximum in the region 0 less than r less than 1/k1. ആറിൻ്റെ വാല്യൂ 0നും 1/k1ൻ്റെ ഇടയിലായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1/k1 എന്ന് പറയുന്നത് h²/m mod e the whole raised to 1/2. അതായത് മുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് 1/k1/a ഈക്വൽ ടു 2/√V0 (e) നിയർലി ഈക്വൽ ടു 3. ന്യൂട്രോണിൻ്റെ കേസിൽ നിയർലി ഈക്വൽ ടു 3 ആയിരിക്കും. ഇറ്റ് മീൻസ് ദാറ്റ് ദ റേഞ്ച് ഓഫ് ദ wave function of the neutron is considerably greater than the range of the potential. That is, the neutron is a loosely bound structure with the nucleon spending considerable time outside the range of the potential. അപ്പം 3D പൊട്ടൻഷ്യൽ വാല്യൂം അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ന്യൂട്രോണും നമ്മളിവിടെ കംപ്ലീറ്റ് ആയി. Now the seminar is over. Okay, thank you.